ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് പുളിനാരങ്ങയുടെ മരമാണ്. അപ്പോൾ പുളിനാരങ്ങ എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടായതാണിത്. ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട്. അതാ കണ്ടില്ല, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കായകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ പ്രാവശ്യവും ഇത് കായ്ക്കുന്നത് കൊണ്ട് പുളിനാരങ്ങ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് അത്യാവശ്യം മരത്തിൽ നിന്ന് തന്നെ പഴുത്തിട്ടാകുമ്പോൾ ഞങ്ങൾ പറിച്ച് വയ്ക്കുകയാണ് പതിവ്. അപ്പോൾ ഇത് കുരു മുളപ്പിച്ചിട്ടാണ് തൈ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം ഇത്തിരി കുറച്ച് വലുതായപ്പോൾ അതിന് വേണ്ട വളം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള നല്ല ആലവളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആലവളം അതുപോലെ തന്നെ നമുക്ക് ആട്ടിൻ്റെ വളം ഉണ്ടെങ്കിലും കോഴിവളം ഉണ്ടെങ്കിലും അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇത്തിരി ദൂരോട്ട് ഇട്ട് കൊടുക്കണമെന്നുള്ള മുട്ടത്തോട് പിന്നെ മുടി മുറിച്ചതിൻ്റെ കഷ്ണങ്ങളൊക്കെ ദൂരോട്ടൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല വളമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കുരു ഞാൻ എങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ കണ്ടില്ലേ, ഇതുപോലെ കുരുമുളപ്പിച്ചതാണിത്. അപ്പം ഇത്ര വലുതായിട്ടുണ്ട്. ഇതിന് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങളത് പറിച്ച് നടുകയാണ് പതിവ്. അപ്പോൾ ഇത് പുളിനാരങ്ങയുടെ കുരുവാണ്. ഇത് ഞങ്ങൾ നേരെ അതിൻ്റെ തൊലി ചെറുതായിട്ട് പറിച്ചങ്ങ് കളയുക. അപ്പോൾ ഉള്ളിലൊരു ചെറിയൊരു അരിമണി പോലത്തെ ഒരു ചെറിയ സാധനം ഉണ്ടാവും. ഇതാണ് സാധനം. അപ്പോൾ ഇത് ചട്ടിയിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക, വേറെ ഒന്നും വേണ്ട. ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം മുളച്ച തൈകളാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ കണ്ടില്ല, ഇതുപോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിന് ഇത്തിരി വലുതായി കഴിഞ്ഞാൽ ഇത് പറിച്ച് നട്ടു കൊടുക്കുകയാണ് പതിവ്. ഏതെങ്കിലും കുഴിയിലേക്ക് നമ്മൾ സാധാ പോലെ തന്നെ പറിച്ച് നട്ടു കൊടുത്താൽ ഇഷ്ടം പോലെ കായ ഉണ്ടാവും. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക.